നമസ്കാരം. 30 വയസ്സ്. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞവർ മാത്രമേ ഇത് കാണുള്ളൂ. എന്നാലും 30 വയസ്സ് കഴിഞ്ഞവർ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ 2025 എന്ന് പറയുന്നത്. കാരണം 30 വയസ്സ് കഴിഞ്ഞവരെന്ന് പറയാൻ കാരണം ഇവരുടെ ദശാകാലവും അന്തർദശാകാലവും ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഗോചരമൊക്കെ ഇവർക്ക് ഒരുപാട് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. എങ്കിലും ഇടവം രാശിയിൽപ്പെട്ട മകയിര, മധ്യപകുതി, രോഹിണി, കാർത്തിക, മുക്കാൽ അവസാന ഭാഗക്കാർക്കൊക്കെ ഈ സമയത്ത് കൂടുതലായിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളിതുവരെ തൊഴിലൊക്കെ ചെയ്തിരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയൊന്നും വലിയ ഉയർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു നേട്ടമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ് രംഗത്ത് നിന്ന് ധാരാളം നേട്ടങ്ങളൊക്കെ കിട്ടാം. സ്വകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഫൈനാൻസ് സ്ഥാപനങ്ങൾ, സ്വർണ്ണ ഇടപാടുകളോ ഫൈനാൻസ് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് നല്ലൊരു രീതിയിലുള്ള തൊഴിൽ ലഭിക്കുവാനൊക്കെ ഒരു അവസരം വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായിട്ട് നല്ല ഒരു ഉയർച്ച. നേരത്തെ എന്ത് ചെയ്തിട്ടും ഒന്നുമില്ല, കയ്യിൽ പൈസയൊന്നും ഇല്ലാതിരുന്നവർക്ക് നല്ലൊരു രീതിയിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ധനം വന്നു ചേരുന്നതും, അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. ജോലിയിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്തിരുന്നവർക്ക് ജോലിയിലൊക്കെ സ്ഥിരതയുണ്ടാകാം. അതുപോലെ തന്നെ വിവാഹാലോചനകളൊക്കെ മുടങ്ങിയിരുന്നവർക്ക് വിവാഹാലോചനകളൊക്കെ വരാം. വിവാഹം ഉറപ്പിക്കാം. അതുപോലെ തന്നെ മനസ്സിന് ഉണർവും ഉന്മേഷവും ഉണ്ടാക്കുന്ന പല വാർത്തകളും ശ്രവിക്കാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് പോകാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തി കുറേ നാളായിട്ട് തിരിച്ചു പോകാൻ സാധിക്കാതിരുന്നവർക്ക് ഈ 2025 തിരിച്ച് വിദേശത്ത് പോകാനും പുതിയ തൊഴിലിൽ പ്രവേശിക്കാനും ഒക്കെ സാധ്യമാകുന്നതാണ്. ഉപരിപഠനം ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. അതിനുവേണ്ടി ബാങ്കുകളെയൊക്കെ അപ്രോച്ച് ചെയ്ത് ബാങ്ക് ലോണൊക്കെ സാധിക്കാതിരുന്നവർക്ക് അതൊക്കെ വഴി തെളിഞ്ഞു വരികയും ആരെങ്കിലുമൊക്കെ സഹായത്തിനായിട്ട് എത്തുന്നതും ആ സഹായഹസ്തം മൂലം നിങ്ങളുടെ ആഗ്രഹങ്ങളും ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ 2025 എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 30 വയസ്സിനോട് ചേർന്ന് 30 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സിനോട് ചേർന്നിരിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയാണ് ഈ 2025 എന്ന് പറയുന്ന വർഷം. ഏതായാലും നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും ജാതകത്തിലെ ദശാകാലം മോശമാണെങ്കിൽ ആ ദശാകാലത്തിന് എന്തെങ്കിലും പരിഹാരങ്ങളോ ശാന്തികർമ്മങ്ങളോ വഴിപാടുകളോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ നേട്ടങ്ങളിലേക്ക് 2025 എന്ന് പറഞ്ഞ വർഷം എത്തിക്കാൻ നോക്കുക.